ഇനി ഇന്ന് തൊട്ട് പഞ്ചസാര കഴിക്കില്ല ഉറപ്പായി. ഗോഡ് പ്രോമിസ് പറയണു കേട്ടോ, ഗോഡ് പ്രോമിസ്. ഇത് ലാസ്റ്റ് മൈസൂർ പാക്കാണ്. ഇനി ഒരു മാസത്തേക്ക് മധുരം ഉണ്ടാവില്ല. അടുത്ത മാസം മധുരം കഴിക്കും. ചൂട് കഴിഞ്ഞു, വിൻ്ററിലേക്ക് കയറാനുള്ള പ്രിപ്പറേഷൻ. വെരി വെരി हैप्पी. कूड़ा नहीं है. हेलो हेलो. कूड़ा नहीं है, ठीक है. ये जो है ये गमले के ऊपर किसी ने लिफाफा डाल रखा है, वो उठा लो. गुड मॉर्निंग, गुड मॉर्निंग. आज है ना भैया अभी गए 3-4 बजे गए सुबह के. अचानक ये सुबह सुबह कॉल भी आ गया. ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു ഇരുട്ട് കണ്ടില്ലേ ഈശ്വര. ഇന്ന് നോയിഡ വെതർ കംപ്ലീറ്റ് ചേഞ്ചായി, വിൻ്ററിലേക്ക് കയറാൻ പോകണു. നിങ്ങൾക്കെല്ലാവർക്കും കാണിച്ചു തരാം. ഇത്ര ഇരുട്ടാണ് മോർണിംഗ് ടൈമിൽ കേട്ടോ. ഇതൊരു 8 മണിയുടെ സമയമാണ്. 8 മണിക്ക് ഇത്ര ഇരുട്ടാണ് വീട്ടിൽ. പുറത്ത് അടിപൊളി ക്ലൈമറ്റാണ്, അടിപൊളി ക്ലൈമറ്റ് കണ്ടില്ലേ. അസല് ക്ലൈമറ്റാണ് പുറത്ത്. നമ്മുടെ വിൻ്ററിലേക്ക് കയറാൻ പോകണം. മോൺസൂൺ അടുത്തു. ഇവിടെ മോൺസൂൺ വന്നു, മഴ പെയ്യുന്നുണ്ട്. കണ്ടേ താഴെ മഴ. നല്ല അടിപൊളി മഴ പെയ്തു. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇനി ചൂട് കഴിഞ്ഞു, വിൻ്ററിലേക്ക് കയറാനുള്ള പ്രിപ്പറേഷൻ. വെരി വെരി हैप्पी. कूड़ा नहीं है. हेलो हेलो. कूड़ा नहीं है, ठीक है. ये जो है ये गमले के ऊपर किसी ने लिफाफा डाल रखा है, वो उठा लो. ഇന്ന് ലക്നൗവിലേക്ക് പോയിക്കാണ്. വിളക്കൊക്കെ കൊളുത്തി വെളിച്ചാകുമ്പോൾ തന്നെ ഇറങ്ങി. ലക്നൗവിൽ ഇനി വൈകിട്ടേ വരുള്ളൂ കേട്ടോ. ഹാപ്പി ന്യൂസ് ഉണ്ട്. എൻ്റെ പാത്രം കഴുകണ വേലക്കാരി ഇന്ന് വരും. ഇന്ന് ഒരു മീഠ പുലാവ് ഉണ്ടാക്കിയാണ് കേട്ടോ. മീഠ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. മീഠ പുലാവാണ് ഉണ്ടാക്കിയാണ്. അതിലേക്ക് ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇങ്ങനെ ഇടും. ഓക്കെ, നല്ല ഒരു മിനിറ്റ്. നല്ല കലക്കൻ മീഠ പുലാവാണ്. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനത്തെ പുലാവ് ഉണ്ടാക്കാം. ജസ്റ്റ് ഇങ്ങനെ ചോറ് എടുക്കുക. ചോറിട്ടിട്ട് ചോറിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പിടുക. ഓക്കെ, എന്നിട്ട് ചോറ് സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കുക. അതിലേക്ക് കപ്പലണ്ടിയും മുന്തിരി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പുലാവ് ഉണ്ടാക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പുലാവ് സാധാരണ കഴിച്ചിട്ട് ഉപ്പും എരിവുള്ള പുലാവ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പുലാവ് ഉണ്ടാക്കാം. മധുരമുള്ള പുലാവ് എന്നാണ് പറയുക കേട്ടോ. അതിന് നല്ലോണം ഇതിൽ നമ്മുടെ പീനട്ട് ഇടണം, അണ്ടിപ്പരിപ്പ് ഇടണം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടണം കേട്ടോ. പിന്നെ തേജ് പത്ത ഉണ്ടെങ്കിൽ അതും ഇടണം. എന്താവോ ഛർദിച്ചു ഗൈസ്. വേഗം പാപ്പ തിന്ന കാരനല്ലേ ഛർദിച്ചേ. വേഗം പാപ്പ തിന്ന കാരനല്ലേ ഛർദിച്ചേ. നോയി എന്താ ഛർദിച്ചേ മുന്നോ? നസറല്ല, അവൻ വേഗം വേഗം കഴിച്ചിട്ടാണ്. വേഗം കഴിച്ചോ? വിശന്നോ? ഇനി അത് കഴിക്കോ അവൻ? അനു എൻ്റെ അമ്മ വേഗം വേഗം കഴിച്ചോ? കുറച്ച് കുറച്ച് കഴിക്കണ്ടേ? ഇനി ഉണ്ടാവോ? ഗ്രേവി നോക്കണം. അവൻ്റെ ഗ്രേവി കഴിഞ്ഞു. ഇന്ന് ഗ്രേവി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടേ ഞാൻ വിളിച്ചാകുമ്പോൾ ഗ്രേവി അല്ല ഡ്രൈ ഫുഡ് ഇട്ട് കൊടുത്തു. പക്ഷെ അവന് ഗ്രേവി കഴിച്ചതിൻ്റെ ഹാബിറ്റായിരുന്നു. അപ്പം കുറേ നേരം ഗ്രേവിക്ക് വേണ്ടിയിട്ട് കരഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഗ്രേവിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിട്ട് കൊടുത്തപ്പോൾ അത് വേഗം വേഗം ആർത്തിയോടെ കഴിച്ചപ്പോൾ അവൻ ഛർദ്ദിച്ചു. സാരില്ല ഏട്ടാ, നമുക്ക് ഗ്രേവി മേടിക്കാം. ഇമ്പുന്ന് ഛർദ്ദിച്ച് അവൻ്റെ ടൈം ടേബിൾ തെറ്റി കഴിഞ്ഞാൽ അപ്പം പ്രശ്നമാണ്. ഇതവിടെ ആ പ്രാവിന് കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ. ആ പ്രാവിനെ കുട്ടികളുണ്ടായിട്ടുണ്ട്. ആ പ്രാവിന് കുട്ടികളുണ്ടായിട്ടുണ്ട്. ആ കുട്ടികൾ എന്താ ചെയ്യണേന്നാണ് സ്നോയി ഇരുന്ന് നോക്കണേ. ഉണ്ട്. ആ പ്രാവിന് കുഞ്ഞു കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പം അത് കീ 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 എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രാവിൻ്റെ അമ്മ കുഞ്ഞു കുട്ടികൾക്ക് ഫീഡ് ചെയ്യണ ഉണ്ട്. 2 കുട്ടികളുണ്ട് കേട്ടോ. ചുറ്റിന് വിഷ് ഛർദിച്ചോ? പാപ്പൻ തിന്നോ? പാപ്പൻ നിന്നിട്ട് ഛർദിച്ചോ?
പതുക്കെ പതുക്കെ കഴിക്കേണ്ടതല്ലായിരുന്നു പാപ്പം. വരില്ല കേട്ടാ, നമ്മ മേടിച്ചേ. താഴെ ഒരു പൂച്ചമ്മ ഉണ്ട് കേട്ടാ, താഴെ നല്ലോണം. ദാ പൂച്ചക്കുണ്ട്, താഴെ ഒരു പൂച്ചക്കുട്ടി കാണണ്ടാവും നിങ്ങൾക്ക്. ഉണ്ട്, താഴെ ഒരു പൂച്ചയുണ്ട് കേട്ടോ. എൻ്റെ ബാബ പൂച്ച നോക്ക്, പൂച്ച താഴെ ഒരു പൂച്ചമ്മയുണ്ട്. ഉണ്ട്. ഇവൻ കണ്ടിട്ടില്ല കേട്ടോ താഴെയുള്ള പൂച്ചേനെ. നല്ലോണം മാവ് വന്നിട്ടുണ്ട്, തളിരെടുത്തിട്ടുണ്ട് കേട്ടോ മാവിൻ്റെ. കരിവേപ്പില, അസിൽ കരിവേപ്പിലുണ്ട്. ഈ 2 വീട്ടിലും കലക്കം കരിവേപ്പില. പൂച്ചമ്മ. മോള് പോവാണ് ഓഫീസിലേക്ക്. ടാറ്റ ബൈ ബൈ. ഇതേ കൊട എടുത്തില്ലല്ലോ, കൊട വേണ്ട. ഇന്ന് ലേറ്റായി, 9:30 ഓഫീസിലെത്തുമ്പോഴേക്കും 11 മണിയാ. നന്നായി. അത് കിട്ടാണ്ട് അതൊന്ന് ചോദിച്ചു നോക്കൂ, ചോദിച്ചാലല്ലേ അറിയുള്ളൂ. ചോദിക്ക്. ശരി ബൈ. നല്ല ക്ലൈമറ്റിൽ ഒരുത്തൻ സുഹിച്ച് കിടക്കണ കണ്ടില്ലേ? ഇതെന്ത് കിടപ്പാണ് മോനെ. ഒങ്ങിയോളൂ സുഖമായി ഉറങ്ങാണ്. 1-ാം തീയതി തൊട്ട് സ്വീറ്റ്സ് കഴിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ കൊതി ഇപ്പോഴും വരുന്നുണ്ട്. ഇന്നത്തെ കൂടിയും കഴിക്കാം. സ്വീറ്റ്സ് കഴിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. 1-ാം തീയതി തൊട്ട് ഉറപ്പായിട്ടും സ്വീറ്റ്സ് കഴിക്കില്ല എന്ന്. പക്ഷെ കൺട്രോൾ പോയി. ഇന്ന് ഒരു ബേസൻ്റെ ലഡ്ഡു, ഇവിടുത്തെ ആൾക്കാരുടെ ബേസൻ്റെ ലഡ്ഡു ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മുടെ കടലപ്പൊടിയില്ലേ അതുകൊണ്ട് ഉണ്ടാക്കണതാണ്. ബേസൻ്റെ ലഡ്ഡു എന്നാണ് പറയുക കേട്ടോ. ഇതാണ് ലഡ്ഡു. ഉണ്ട്. ഇതെന്ന് എന്നും വിചാരിക്കും ഇന്ന് തൊട്ട് മധുരം കഴിക്കില്ല എന്ന്. പക്ഷേ ഇന്നത്തെ കൂടിയും കഴിക്കാം ഇനി. ബിക്കോസ് ഈ പാക്കറ്റിൽ ഇനി ഇല്ല, ലഡ്ഡുകൾ കഴിയാറായി. അപ്പോൾ ഇതുകൂടി ഒന്ന് കഴിച്ചിട്ട് നാളെ തൊട്ട് മധുരം ഉറപ്പായിട്ടും കഴിക്കില്ല. സമയം ഇപ്പോൾ 10 മണിയായിട്ടാ. ബേസൻ്റെ ലഡ്ഡു കഴിച്ചിട്ട് ഇനി സ്വീറ്റ്സ് കഴിക്കില്ല എന്ന് പറഞ്ഞ ആളാട്ടാ. പക്ഷെ കൊതി വരുന്നു, എന്താ അറിഞ്ഞൂടാ ഈ ക്ലൈമറ്റൊക്കെ കൂടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് മൈസൂർ പാക്കും കഴിക്കാമെന്ന് വിചാരിക്കണോ. നാളെ തൊട്ട് ഉറപ്പായിട്ടും കഴിക്കില്ല. അപ്പോൾ ഇത് ലാസ്റ്റ്. ഇന്ന് മൈസൂർ പാക്കും കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നാളെ തൊട്ട് കഴിക്കില്ല. 1-ാം തീയതി തൊട്ട് കഴിക്കില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ കൊതി മൂക്കണോ, എന്ത് ചെയ്യാൻ. ഇതാ മൈസൂർ പാക്ക്. ഇത് ഇന്നത്തെ മാത്രം ഇത് കൂടിയും കഴിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ബേസൻ്റെ ലഡ്ഡു കഴിച്ചു, ഒരു മൈസൂർ പാക്കും കഴിച്ചു. ഇനി ഇന്ന് തൊട്ട് പഞ്ചസാര കഴിക്കില്ല ഉറപ്പായിട്ടും. ഞാൻ ഗോഡ് പ്രോമിസ് പറയണു കേട്ടോ, ഗോഡ് പ്രോമിസ്. ഇത് ലാസ്റ്റ് മൈസൂർ പാക്കാണ്. ഇനി ഞാനൊരു മാസത്തേക്ക് മധുരം ഉണ്ടാവില്ല, അടുത്ത മാസം മധുരം കഴിക്കും കേട്ടോ. അപ്പം ഇന്ന് ഒരു ലഡ്ഡും ഒരു മൈസൂർ പാക്കും കഴിച്ചു 10 മണിക്ക്. ഇന്ന് ലാസ്റ്റ്. ഇനി ഒരു മാസത്തേക്ക് കഴിക്കില്ല. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് വരാം കേട്ടോ.